ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ന്യൂക്ലിയർ ക്യാപ്പബിൾ സബ്മറൈൻസ് എന്ത് ചെയ്യുന്നു, അവയെല്ലാം എവിടെയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസിന്റെ ഡെപ്ലോയ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യം, ഇന്ത്യയായ നമ്മുടെ രാജ്യം സെക്കൻഡ് സ്ട്രൈക്ക് പോളിസി ഫോളോ ചെയ്യുന്നവരാണ്. ഈ പോളിസി അനുസരിച്ച് ശത്രു നമ്മളിൽ ഒരു അണുവായുധം പ്രയോഗിച്ചാൽ മാത്രമേ നമ്മൾ തിരികെ ഒരു അണുവായുധം ഉപയോഗിക്കുകയുള്ളൂ. അപ്പോ ശത്രു അണുവായുധം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളും അത് ഉപയോഗിക്കില്ല. ഇത് പാകിസ്ഥാൻ അവർക്ക് അനുകൂലമാക്കി എന്ത് ചെയ്യുമെന്നറിയണ്ടേ? ആദ്യത്തെ സ്ട്രൈക്കിൽ തന്നെ ഇന്ത്യയുടെ ലാൻഡ് ബേസ്ഡ് ന്യൂക്ലിയർ മിസൈൽസിനെ എല്ലാം അവർ നശിപ്പിക്കാൻ ശ്രമിക്കും. കൂടാതെ ഈ ശ്രമത്തിൽ അവർക്ക് ഭാഗികമായ ഒരു വിജയവും ലഭിക്കും. അപ്പോൾ ഇന്ത്യക്ക് ഇവിടെയുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സെക്കൻഡ് സ്ട്രൈക്ക് പോളിസിയെ ക്രെഡിബിൾ ആയ ഡിപ്ലോമാറ്റിക് ഫോഴ്സ് ആക്കി മാറ്റണം. അതിന് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ നിർമ്മിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻ ഒരു തവണ കടലിനടിയിലേക്ക് പോവുകയാണെങ്കിൽ തുടർന്ന് 6 മാസം അത് കടലിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനെ പോലെ ഇത് ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകളെ നോക്കി പോവുകയില്ല. പകരം ശത്രുക്കളുടെ യുദ്ധക്കപ്പൽ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ഈ സബ്മറൈൻസ് ഒരു തവണ ഡെപ്ലോയ് ആവുകയാണെങ്കിൽ ഇതിനെ കണ്ടുപിടിക്കുന്നതും അത്ര സാധാരണ കാര്യമല്ല. എന്തിന്, ഇതുവരെയും ഒരു ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനെ ട്രാക്ക് ചെയ്ത് വേട്ടയാടിയതായി ഒരു കഥ പോലും ഇല്ല. എന്നാൽ അറ്റാക്ക് സബ്മറൈൻ്റെ കാര്യം മറ്റൊന്നാണ്. അറ്റാക്ക് സബ്മറൈൻസ് ഈ ഫ്ലീറ്റിന് അടുത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളതിനാൽ അതിനെ പലതവണ ട്രാക്ക് ചെയ്ത് ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസ് അതിന്റെ പോർട്ടിൽ നിന്നും തിരിക്കുമ്പോൾ മാത്രമാണ് സാറ്റലൈറ്റ് ഇമേജ് വഴി അത് ഡെപ്ലോ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുറമുഖത്ത് നിന്നും അത് പുറത്തേക്ക് വന്ന് കടലിനടിയിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസ് എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആരെക്കൊണ്ടും കണ്ടുപിടിക്കാനും കഴിയില്ല. അപ്പോൾ അത്രത്തോളമുള്ള ഒരു ക്യാപ്പബിലിറ്റി ഇന്ത്യയുടെ പക്കലുണ്ട്. ആകെ 3 സബ്മറൈൻസ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. 3ാമത്തെ സബ്മറൈൻ ഏത് ഘട്ടത്തിലാണ് എന്ന വിവരം ആർക്കും അറിയില്ല. 2 എണ്ണം കൺഫേംഡ് ഓപ്പറേഷനിലാണ്. ഈ 2 എണ്ണം നമുക്കുള്ള സാഹചര്യത്തിൽ ഇതിൽ എത്ര മിസൈലുകൾ ഉണ്ടാകുമെന്ന് നോക്കിയാൽ ഏകദേശം K-15 ആണെങ്കിൽ ഒരു ലോഞ്ച് ട്യൂബിൽ 4 മിസൈൽസ് ഉണ്ടാകും. K-4 ആണെങ്കിൽ ഒരു ലോഞ്ച് ട്യൂബിൽ 1 മിസൈൽ ഉണ്ടാകും. മൊത്തം 4 ലോഞ്ച് ട്യൂബ് ഉണ്ട്. ഈ 4 ലോഞ്ച് ട്യൂബിനെയും എങ്ങനെ കോൺഫിഗർ ചെയ്യും എന്നുള്ളത് നാവികസേനയോട് തന്നെ ചോദിക്കണം. പക്ഷെ അവർ അതിന് മറുപടി ഒന്നും പറയില്ല. അപ്പോ K-15 ആണെങ്കിൽ ഒരു ലോഞ്ച് ട്യൂബിൽ 4ഉം K-4 ആണെങ്കിൽ ഒരു ലോഞ്ച് ട്യൂബിൽ 1ഉം. ഇനി K-4 എടുത്താൽ അതിന്റെ റേഞ്ച് 3500 കിലോമീറ്റർ ആണ്. K-15ന്റെ റേഞ്ച് 750 കിലോമീറ്റർ ആണ്. ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസിന്റെ ഉദ്ദേശം വളരെ ലളിതമാണ്. ശത്രു നമുക്ക് നേരെ അണുവായുധം പ്രയോഗിച്ചു. ശത്രു ഉപയോഗിക്കുന്ന അണുവായുധം, ഉദാഹരണത്തിന് പാകിസ്ഥാൻ നമുക്ക് നേരെ ഒരു അണുവായുധം പ്രയോഗിച്ചാൽ അത് പൂർണ്ണമായും ടാക്ടിക്കൽ വെപ്പൺ മാത്രമായിരിക്കും. തെർമോന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാന്റെ പക്കലില്ല. എന്നാൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ആണെങ്കിലും അത് അവർ ഉപയോഗിച്ചാൽ നമ്മൾ തിരികെ ആക്രമിക്കുമ്പോൾ തെർമോന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഉപയോഗിക്കുക. ഈ തെർമോന്യൂക്ലിയർ വെപ്പൺസ് എന്നത് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ ശക്തമാണ്. ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ചില സിറ്റീസിനെ നശിപ്പിക്കും എന്നുണ്ടെങ്കിൽ തെർമോന്യൂക്ലിയർ വെപ്പൺസ് ഒരു ജില്ലയെ തന്നെ നശിപ്പിക്കും. അത്രത്തോളം കഴിവുള്ള ഈ ഒരു മിസൈലുകളാണ് ഇപ്പോൾ നമ്മുടെ പൊസിഷൻസിലുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ പ്രവർത്തിക്കുകയാണ്, നിങ്ങൾക്കെതിരെ ഞങ്ങൾ അണുവായുധം ഉപയോഗിക്കും എന്നൊക്കെ അവർക്ക് വെറുതെ പ്രചരണം നടത്താം, അല്ലെങ്കിൽ തുറന്നൊരു മുന്നറിയിപ്പൊക്കെ നൽകാം. പക്ഷേ നമ്മെ കൊണ്ട് പൂർണ്ണമായും പാകിസ്ഥാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സാധിക്കും. എന്തിന്, പാകിസ്ഥാൻ നമ്മളിൽ ആദ്യത്തെ സ്ട്രൈക്ക് ചെയ്താൽ പോലും. അപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്കിൽ നിന്നും നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസ് പ്ലാറ്റ്ഫോമിനെ എല്ലാം സംരക്ഷിച്ച് ആ വാർഹെഡിനെ എല്ലാം ശത്രുക്കളെ നോക്കി അയക്കുന്നതിന് നമുക്കുള്ള ഏറ്റവും കഴിവുള്ള ഉറപ്പ് നൽകുന്ന ഒരു ടൂളാണ് ബാലിസ്റ്റിക് ന്യൂക്ലിയർ സബ്മറൈൻസ്. ഈ സബ്മറൈൻസിന്റെ ടെക്നോളജി ഒരു സാധാരണ കാര്യമല്ല. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് ഇതുള്ളൂ. കാരണം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ടെക്നോളജിയാണ്. അതായത് 2 പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഒന്നാമത്തേത്, ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കണം. ന്യൂക്ലിയർ റിയാക്ടർ അങ്ങനെ വലിയ കാര്യമൊന്നും അല്ലല്ലോ, പല രാജ്യങ്ങളുടെ പക്കൽ അതൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഉണ്ട്, പക്ഷേ ഒരു സബ്മറൈനിൽ നിന്നും പ്രവർത്തിക്കുന്ന ചെറിയ രീതിയിലുള്ള റിയാക്ടർ അങ്ങനെ ആരുടെ പക്കലും ഇല്ല. ചുരുക്കം ചില രാജ്യങ്ങളുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിവിലിയൻ പർപ്പസിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോൺസെപ്റ്റ് അത് വേറെയാണ്, അതിന്റെ സൈസും വേറെയാണ്. അതും ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് നിർമ്മിക്കാനും സാധിക്കുകയുള്ളൂ, എല്ലാ സ്ഥലങ്ങളിലും വയ്ക്കാനും സാധിക്കില്ല. അപ്പോൾ ഭൂമിക്കടിയിൽ 100 കണക്കിന് അടി താഴെയുള്ള ഒരു സബ്മറൈൻ ഉള്ളിൽ ചെന്ന് ചെറിയൊരു ആണവ റിയാക്ടർ വയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ടെക്നോളജി എന്നതും അത്രത്തോളം വലുതായിരിക്കണം.
ഇതിന് റഷ്യക്കാർ ആരംഭത്തിൽ നമ്മെ സഹായിച്ചിരുന്നു. യഥാർത്ഥത്തിൽ റഷ്യയുടെ റിയാക്ടർ ആയിരുന്നു നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസിൽ ഘടിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ റഷ്യൻസിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ വഴി നമ്മെ കൊണ്ട് ആ ഒരു റിയാക്ടർ ആഭ്യന്തരമായി തന്നെ നിർമ്മിക്കാനും സാധിച്ചു. DRDOയും ബാവു അറ്റോമിക് സെന്ററിലെ ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് ഇത് നിർമ്മിച്ചു. അതും ഇതൊരു ലോങ് പ്രോസസ് ആണ്. ഇന്നോ ഇന്നലെ എടുത്ത തീരുമാനമൊന്നും അല്ല ഇത്. 40-50 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഈ തീരുമാനം എടുത്തിരുന്നു. ആദ്യമായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഈ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ അവർക്കിടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇന്ത്യൻ നാവികസേനയ്ക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ വന്നത്. എന്നാൽ ആ ഒരു തീരുമാനത്തെ നോക്കി പോകുന്ന യാത്ര അത് കാൽക്കുലേറ്റീവായി ചെയ്താണ് ഒരു സബ്മറൈൻസ് നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്തത് ഒരു ന്യൂക്ലിയർ ക്യാപ്പബിൾ സബ്മറൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ പ്രോട്ടോകോൾ എന്താണെന്ന് അറിയണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി സോവിയറ്റ് യൂണിയന്റെ പക്കൽ നിന്നും ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ നമ്മൾ ലീസിന് എടുക്കുകയും അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ റഷ്യയുടെ പക്കൽ നിന്നും ഒരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ ലീസിനെടുത്ത് നമ്മൾ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. എന്നാൽ ആ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് എന്നത് പഴയ ടെക്നോളജി ആയിരുന്നു. നമുക്ക് ആവശ്യമായത് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അതിലുള്ള ക്രൂസിന് എങ്ങനെയുള്ള പരിശീലനം നൽകണം, ഇതൊക്കെയായിരുന്നു നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നതും പഠിക്കേണ്ടിയിരുന്നതും. അതിനനുസരിച്ച് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് എടുത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുകയും എല്ലാം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽസ് നിർമ്മിക്കണം എന്ന തീരുമാനത്തിലേക്ക് വന്നത്. എന്തിനാണ് ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസ്? ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ തന്നെ നമുക്ക് പണിയാമല്ലോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. കാരണം കടലിനടിയുള്ള ഷാക്ക് എന്നാണ് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിന് പണിയുന്നത്. ഇത് പറയണമെങ്കിൽ ഒരു ലളിതമായ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ പോളിസി ഫസ്റ്റ് സ്ട്രൈക്ക് അല്ല, സെക്കൻഡ് സ്ട്രൈക്ക് എന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ അണുവായുധങ്ങളെ എല്ലാം നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്കിൽ നിന്നും സംരക്ഷിക്കുന്ന രീതിയിലുള്ള വെപ്പൺ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റണം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കടമ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് പണിയാൻ തുടങ്ങിയത്. ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ് നമ്മൾ നിർമ്മിച്ചില്ല. ബാലിസ്റ്റിക് സബ്മറൈൻസ് മിസൈൽ നിർമ്മിക്കുക എന്നുള്ളതും ഒരു സാധാരണ കാര്യമായി നമ്മൾ എടുത്തില്ല. ആദ്യം നമ്മൾ ചെയ്തത് ചെറിയ സൈസിൽ അത് നിർമ്മിക്കുന്നു. ലോകത്തിൽ തന്നെ ഇത്ര ചെറിയ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് നമ്മുടെ പക്കൽ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ സൈസാണ്. 4 ലോഞ്ച് ട്യൂബ് ഉണ്ടായിരിക്കും. 6400 ടൺ ഭാരം ഉണ്ടാകും. ഈ ഒരു സബ്മറൈൻ നിർമ്മിക്കുകയും ടെക്നോളജീസ് എല്ലാം അതിൽ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ആഭ്യന്തരമായി നിർമ്മിച്ചതാണ്. ചില ടെക്നോളജീസ് മാത്രമാണ് മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഈ ടെക്നോളജീസ് എല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെ റിഫൈൻ ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് INS അരിഹന്ത്, ആദ്യത്തെ ന്യൂക്ലിയർ സബ്മറൈൻ. S1 എന്ന കോഡ് നെയിം. ഈ S1 എന്നത് പൂർണ്ണമായും ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് ആണ്. അത് ഡെപ്ലോയ്മെന്റിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചിട്ടേ ഇല്ല. ഈ ഒരു ടെക്നോളജി ടെസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ് ചെയ്ത് വീണ്ടും അതിനെ ഡെപ്ലോയ്മെന്റിലേക്ക് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നീട് S2 നിർമ്മിക്കുന്നു, S3 നിർമ്മിക്കുന്നു, S4 നിർമ്മിക്കുന്നു. ഈ S4 എന്നത് അടുത്ത വർഷം നമ്മുടെ ഇന്ത്യൻ നാവികസേനയിൽ സീ ട്രയലിലേക്ക് വരും. S4ന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത S1, 2, 3 ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് എന്നത് ഒരല്പം വലുതാണ്. ഇതിന്റെ ഭാരവും അധികമാണ്. ഒരു ഹമ്പ് പോലുള്ള ഒരു ഡിസൈൻ ഈ S4ൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇനിഷ്യൽ സാറ്റലൈറ്റ് റിപ്പോർട്ട് വഴിയാണ് അറിയാൻ സാധിച്ചത്. ഈ ഹമ്പ് എന്തിനു വേണ്ടിയാണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിനു മുൻപുള്ള S1, S2, S3യിലെല്ലാം 3500 കിലോമീറ്റർ റേഞ്ചുള്ള K4 മിസൈൽസ് മാത്രമേ ഘടിപ്പിക്കാൻ സാധിക്കൂ. അതിനുശേഷം മിസൈൽസ് വയ്ക്കാൻ സാധിക്കില്ല, സൈസ് വളരെ ചെറുതായതുകൊണ്ട്. എന്നാൽ ഈ ഹമ്പ് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ K4നേക്കാൾ വലുതായ മറ്റേതെങ്കിലും മിസൈൽസ് നമ്മെ കൊണ്ട് ഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ ഇതിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഒരു ചെക്ക് വയ്ക്കുന്ന രീതിയിൽ അത്ര ഗുണനിലവാരമുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറും. പക്ഷേ പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. 250 മുതൽ 3500 കിലോമീറ്റർ റേഞ്ച് ഉള്ള മിസൈലുകൾ മാത്രം മതിയാകും. ഇനി മിസൈലുകൾ അവ എത്ര എണ്ണം കൊണ്ടുപോകാൻ സാധിക്കും? ഏകദേശം K15ൽ 4 കൊണ്ടുപോകാൻ കഴിയും ഒരു ലോഞ്ച് ട്യൂബിൽ. K4 ആണെങ്കിൽ ഒരു ലോഞ്ച് ട്യൂബിൽ 1 മാത്രം എടുത്തു കൊണ്ടുപോകാൻ കഴിയും. മൊത്തം 4 ലോഞ്ച് ട്യൂബാണുള്ളത്, S1 മുതൽ S4 വരെയും. S4ൽ നിന്നും താഴേക്ക് S1 വരെയും സൈസ് കുറവാണ്. എന്നാൽ അടുത്ത S5 നിർമ്മിക്കാൻ പോവുകയാണ്, S6 നിർമ്മിക്കാൻ പോവുകയാണ്. ഇതിന്റെ സൈസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തേക്ക് നാവികസേനയുടെ എസ്റ്റിമേഷൻ അനുസരിച്ച് 13000 ടൺ ഉണ്ടാകുമെന്നും പറയുന്നു. അതായത് അമേരിക്കൻസിന്റെ വിർജീനിയ ക്ലാസ്, ബ്രിട്ടന്റെ വാൻഗൂർ ക്ലാസ്, ഇനി ചൈനീസ് സബ്മറൈൻസിന് സമാനമായ ഒരു വലിപ്പം ഉണ്ടാകും. വലിയ വലിയ മിസൈലുകളും എടുത്തു കൊണ്ടുപോകാൻ സാധിക്കും. 8000 കിലോമീറ്റർ, 10000 കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഉണ്ടാകും. അതിനനുസരിച്ചതുപോലെ തന്നെ ഈ മിസൈലുകളിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീ എൻട്രി വെഹിക്കിൾ എല്ലാം ചേർക്കും. അപ്പോൾ ഈ ക്യാപ്പബിലിറ്റി എല്ലാം നമുക്ക് അടുത്തൊരു 10 വർഷത്തിൽ ലഭിക്കാൻ പോവുകയാണ്. ശരി,
ഇപ്പോഴെന്തിനാണ് ഈ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ മുന്നറിയിപ്പാണ് അതിന് കാരണം. പാകിസ്ഥാൻ ചെയ്യുന്നത് ഇന്ത്യയുമായി എന്ത് പ്രശ്നം വന്നാലും ആദ്യം പറയുന്നത് ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും, നിങ്ങളിൽ അണുവായുധം വീശും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അണുവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യത്തെ നമുക്ക് അടുത്ത ഹിസ്റ്ററി ബുക്കിൽ മാത്രമേ വായിക്കാൻ സാധിക്കൂ. കാരണം ഇന്ത്യക്ക് ചില നഗരങ്ങളെ നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും അതിന് പാകിസ്ഥാൻ നൽകുന്ന വില അവരുടെ മുഴുവൻ രാജ്യമായിരിക്കും. കാരണം നമ്മുടെ പക്കൽ ഉള്ളതെല്ലാം തെർമൽ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. കൂടാതെ പാകിസ്ഥാനുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പക്കൽ ഈ അണുവായുധങ്ങൾക്ക് റിലയബിൾ ആയ പ്ലാറ്റ്ഫോമും ഉണ്ട്, ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻസ് പോലെ. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഇതൊരു ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റായി മാറാനുള്ള സാധ്യതയില്ല. അതവരുടെ വെറും പ്രൊപ്പഗണ്ട മാത്രമാണ്. അതുകൊണ്ടാണ് വെറുതെ ഇന്ത്യക്ക് മേൽ ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള കഴിവുകളൊന്നും പാകിസ്ഥാന്റെ പക്കലില്ല. അവരുടെ പക്കലുള്ള സബ്മറൈൻസ് ഡീസൽ ഇലക്ട്രിക് തന്നെ ഇപ്പോൾ നേവിയിൽ ഡോക്കിലാണ് നിൽക്കുന്നത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി. അപ്പോൾ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് വേണമെങ്കിൽ ഇവരെ കൊണ്ട് വാങ്ങാനും കഴിയില്ല. ഇനി ചൈന പോലും ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ ടെക്നോളജി പാകിസ്ഥാൻ നൽകില്ല. അങ്ങനെ നൽകിയാൽ പോലും അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 15-20 വർഷം കഴിഞ്ഞൊരു പക്ഷെ സംഭവിച്ചു എന്നിരിക്കാം. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ ആർസനലിനെ കുറിച്ച് പാകിസ്ഥാന് സംസാരിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു കഴിവ് പോലും ഇല്ല. അവർക്ക് വെറുതെ ഭീഷണിപ്പെടുത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പാകിസ്ഥാന്റെ പക്കൽ അണുവായുധമുണ്ട്, അവർ അണുവായുധം വീശും എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. അണുവായുധം എങ്ങനെ ലോഞ്ച് ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ചില സിറ്റീസിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ മുഴുവൻ പാകിസ്ഥാനെയും നഷ്ടപ്പെടുത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ തീർച്ചയായും ഇതൊരു ന്യൂക്ലിയർ വാറായി മാറാനുള്ള സാധ്യതയില്ല. ഇനി ന്യൂക്ലിയർ വാർ ഉണ്ടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ ഇൻഡക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത്തരം പ്ലാറ്റ്ഫോംസ് ഒന്നും നമ്മുടെ പക്കൽ ഇല്ല, സെക്കൻഡ് സ്ട്രൈക്കിന് ആവശ്യമായ ഒരു ക്യാപ്പബിലിറ്റി നമ്മുടെ പക്കൽ ഇല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായും അണുവായുധം ഉപയോഗിക്കും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ വെപ്പൺസ് പ്ലാറ്റ്ഫോം എല്ലാം ഒരു രാജ്യത്തെ നശിപ്പിക്കുന്ന ടൂൾസ് എന്ന് സംസാരിക്കുന്നതിന് പകരം ഇവയെല്ലാം ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പോകുന്ന ടൂൾസ് എന്ന് നമുക്ക് സംസാരിക്കാം. ഇത് പ്രോപ്പറായ ഡിറ്ററൻസ് ടൂളായി മാത്രമാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നും ചിന്തിക്കാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റിൽ അത് പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.